ജലവും മണ്ണും എന്ന യൂണിറ്റിന്റെ പകുതി ഭാഗം ഫസ്റ്റ് ടൈമിൽ ചോദിച്ചതാണ്. സെക്കൻഡ് ടൈമിലെ പോർഷൻസ് നോക്കാം. മനുഷ്യർക്ക് ജലം കൊണ്ടുള്ള പ്രയോജനങ്ങൾ: കുടിക്കാൻ, കുളിക്കാൻ, ആഹാരം പാചകം ചെയ്യാൻ, പാത്രം കഴുകുന്നതിന്, കൃഷിക്ക്, കെട്ടിട നിർമ്മാണത്തിന്, വസ്ത്രം കഴുകുന്നതിന്, ഫാക്ടറി ആവശ്യങ്ങൾക്ക് തുടങ്ങി ധാരാളം ആവശ്യങ്ങൾക്ക് മനുഷ്യൻ ജലം യൂസ് ചെയ്യുന്നു. ആവശ്യത്തിന് ജലം ലഭിക്കാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും? കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നു, കൃഷി ഇല്ലാതാകുന്നു, ജലാശയങ്ങൾ വറ്റി വരളുന്നു, ചെടികൾ ഉണങ്ങിപ്പോകുന്നു, മനുഷ്യർക്ക് കുളിക്കാനും പാചകം ചെയ്യാനും പ്രയാസം നേരിടുന്നു, വൈദ്യുതി ഉൽപാദനം കുറയുന്നു തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ ജലദൗർലഭ്യം മൂലമുണ്ടാകും. മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും ഇതേപോലെ തന്നെ അവർക്കും കുടിവെള്ളമില്ലാതെ വിഷമിക്കും. അപ്പോൾ ജലമില്ലാതായാൽ മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും അത് ദോഷകരമായി ബാധിക്കുന്നു. ജലം പാഴാകുന്ന സന്ദർഭങ്ങൾ എഴുതുക. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു, ടാങ്ക് നിറഞ്ഞൊഴുകുന്നത്, കുളിമുറിയിലെ ഷവർ അനാവശ്യമായി തുറന്നിടുന്നത്, പൈപ്പ് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നത്, ചെടി നനയ്ക്കുമ്പോഴും വാഹനങ്ങൾ കഴുകുമ്പോഴും അശ്രദ്ധമായി ജലം പാഴാകുന്നത് തുടങ്ങി ധാരാളം സന്ദർഭങ്ങളിൽ നമുക്ക് ജലം വേസ്റ്റായി നമ്മൾ കളയുന്നുണ്ട്. ജലം പാഴാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ടാപ്പുകൾ അനാവശ്യമായി തുറന്നിടരുത്, പൈപ്പിലെ ലീക്കുകൾ കൃത്യമായി പരിഹരിക്കുക, ആവശ്യത്തിന് ശേഷം ടാപ്പുകൾ പൂട്ടിവെക്കുക, മഴവെള്ളം സംഭരിച്ചു വെക്കാം, കൃഷി ആവശ്യങ്ങൾക്കും ചെടി നനയ്ക്കാൻ ഈ ജലം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്ത ജലം പച്ചക്കറിത്തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കാം. തുടങ്ങി ധാരാളം കാര്യങ്ങൾ ചെയ്താൽ ജലം നമുക്ക് അധികമായി ചിലവഴിക്കേണ്ടി വരില്ല. മണ്ണിലെ വായുവിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന എക്സ്പെരിമെന്റ് ആണ് തന്നിട്ടുള്ളത്. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, ഉണങ്ങിയ മൺകട്ടകൾ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇടുക. നിരീക്ഷണ ഫലം എന്ന് വെച്ചാൽ മൺകട്ടയിൽ നിന്നും കുമിളകൾ വെള്ളത്തിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാം. മൺകട്ടയിലെ വായുവാണ് കുമിളയായി വെള്ളത്തിലൂടെ പുറത്തേക്ക് പോകുന്നത്. നിഗമനം: മണ്ണിലും വായുവുണ്ട്. അതായത് വായുവിന് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം വേണം. അപ്പോൾ വെള്ളം മൺകട്ടയിലേക്ക് കയറിയപ്പോൾ വായുവിന് പിന്നീട് അതിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പുറത്തേക്ക് റിലീസായി പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത എക്സ്പെരിമെന്റ് മണ്ണിലെ ജലാംശം തെളിയിക്കുന്ന എക്സ്പെരിമെന്റ് ആണ്. സുതാര്യമായി കുപ്പി എടുക്കുക, ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിക്കുക, കുപ്പിയിൽ പകുതി ഭാഗത്ത് നിറയ്ക്കുക, അതിനുശേഷം കുപ്പി അടച്ചിട്ട് വെയിലത്ത് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് പരിശോധിക്കുക. നിരീക്ഷണ ഫലം: കുപ്പിയുടെ വശങ്ങളിൽ ജലകണങ്ങൾ പറ്റിയിരിക്കുന്നത് കാണാം. നിഗമനം: മണ്ണിനുള്ളിലെ ജലകണങ്ങളാണ് കുപ്പിയുടെ വശങ്ങളിൽ ബാഷ്പമായി പറ്റിയിരിക്കുന്നത്. നെക്സ്റ്റ് മണ്ണിലെ ജൈവാംശത്തിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന എക്സ്പെരിമെന്റ് ആണ്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിന്നും ശേഖരിച്ച മണ്ണ് ഒരു ഗ്ലാസിന്റെ പകുതി ഭാഗം എടുക്കുക, ഇതിലേക്ക് ജലം നന്നായി ഒഴിച്ചിളക്കുക. ഇത് പ്രവർത്തന രീതിയാണ്. നിരീക്ഷണ ഫലം നോക്കുമ്പോൾ ഉണങ്ങിയ ഇലകളും കമ്പുകഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും ഒക്കെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് കാണാം. നിഗമനം: മണ്ണിൽ ജൈവാംശമുണ്ട്. ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായിട്ട് വളരുന്നത്. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. നെക്സ്റ്റ് ഭാഗം മണ്ണുകൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. കൃഷിക്ക്, വീട് നിർമ്മാണത്തിന്, സസ്യങ്ങൾക്ക് വളരാൻ, ജീവികൾക്ക് വാസസ്ഥലം ഒരുക്കാൻ, പാത്രങ്ങൾ നിർമ്മിക്കാൻ, ഓട് നിർമ്മാണത്തിന്, കരകൗശല വസ്തുക്കൾ നിർമ്മാണത്തിന് തുടങ്ങി ധാരാളം ആവശ്യങ്ങൾക്ക് നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നു. മണ്ണ് സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററാണ് അടുത്തത്. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. നാളേക്കായി മണ്ണ് സംരക്ഷിക്കാം. ഭൂമിയിൽ മണ്ണ് വേണം. മണ്ണെന്ന അമൂല്യ നിധി നമുക്ക് സംരക്ഷിക്കാം. ജലസംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററാണ് അടുത്തത്. ജലസംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തം. ജലം ജീവാമൃതം. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഓരോ തുള്ളി ജലവും പാഴാക്കാതെ ഉപയോഗിക്കാം. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ ഒരു രീതിയാണ് മുച്ചട്ടി അരിപ്പ. ഇതിൽ കറക്റ്റ് ഓർഡർ ഓപ്ഷൻ ബി ആണ്. ചരൽ, മണൽ, ചിരട്ടക്കരി. അതുപോലെ തന്നെ ജലം ശുദ്ധീകരിക്കുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് വാട്ടർ പ്യൂരിഫയർ. ബ്ലീച്ചിങ് പൗഡറും വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ വെള്ളത്തിലിടാറുണ്ട്. വ്യക്തി ശുചിത്വം എങ്ങനെയൊക്കെ പാലിക്കാം? പേഴ്സണൽ ഹൈജീൻ എങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം? രാവിലെയും വൈകുന്നേരം എല്ലാ ദിവസവും പല്ല് തേക്കുക, ദിവസവും കുളിക്കുക, നഖം വെട്ടുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി ചേർക്കാം. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾ: വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ്. കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത്. ഈ ജീവികളുടെ ചിത്രം തന്നിട്ട് ഇവ പരത്തുന്ന രോഗങ്ങൾ എഴുതാനായിട്ട് ആവശ്യപ്പെടാം. ഈച്ച പരത്തുന്ന രോഗങ്ങൾ: വയറിളക്കം, കോളറ. ഇനി എലി പരത്തുന്ന രോഗങ്ങൾ: എലിപ്പനി, പ്ലേഗ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ: വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്. ജലജന്യ രോഗങ്ങൾ അതായത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ:
കൊതുക്, ഈച്ച, എലി തുടങ്ങിയ ജീവികൾ പരത്തുന്ന രോഗങ്ങൾ ഇവയൊക്കെ വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കുടിക്കാൻ തിളപ്പിച്ചാറിയ ജലം ഉപയോഗിക്കുക. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമെന്ന് ഉറപ്പുവരുത്തുക. ഡ്രൈ ഡേ ആഴ്ചയിൽ ഒരിക്കൽ ആചരിക്കുക. വ്യക്തി ശുചിത്വം, സമൂഹ ശുചിത്വം എന്നിവ പാലിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് വെറുതെ പുറത്തേക്ക് വലിച്ചെറിയരുത്. കൃത്യമായിട്ട് വേസ്റ്റ് ബിന്നുകൾ നിക്ഷേപിക്കുക. വേസ്റ്റ് തരം തിരിച്ച് നിക്ഷേപിക്കുക. തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. നമുക്ക് ചുറ്റുപാടുമുള്ള പ്രകൃതി സുന്ദരമായിരിക്കും. പാനീയ ചികിത്സയെക്കുറിച്ച് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങാ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം. അതായത് വയറിളക്ക രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട്, ഡിസെൻട്രി അതുപോലെ രോഗങ്ങൾ ഉണ്ടായിട്ട് കൂടുതൽ ജലം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കുക. ORS ലായനിയും ക്ഷീണം മാറ്റാനായിട്ട് ഉപയോഗിക്കും. അടുത്തത് മാലിന്യങ്ങൾ 3 തരമാണ്. അജൈവ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ, അപകടകരമായ മാലിന്യങ്ങൾ. അപ്പോൾ അത് നിക്ഷേപിക്കുന്ന വേസ്റ്റ് ബിന്നിന്റെ നിറവും വ്യത്യസ്തമാണ്. അജൈവ മാലിന്യങ്ങൾക്ക് മഞ്ഞ നിറം, ജൈവ മാലിന്യങ്ങൾക്ക് പച്ച, അപകടകരമായ മാലിന്യങ്ങൾക്ക് റെഡ് നിറം. ഇപ്പോൾ തന്നിരിക്കുന്നത് PVC പൈപ്പ്, പഴം, കീടനാശിനി കുപ്പികൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പഴകിയ ബാറ്ററി, ഉപയോഗശൂന്യമായ ബൾബുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ. അപ്പോൾ ഇവയെ തരംതിരിച്ച് അതാത് ബോക്സിൽ നിക്ഷേപിക്കാനായിട്ടാണ്. എന്താണല്ലോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ജൈവമാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ മണ്ണിൽ അഴുകി ചേരുന്നവയാണ്. പച്ച ബിന്നാണ് അതിന് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പഴം, പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവയൊക്കെയും മണ്ണിൽ ലയിച്ചു ചേരുന്നവയാണ്. ഇതാണ് ജൈവമാലിന്യങ്ങൾ. അജൈവ മാലിന്യങ്ങൾക്ക് മഞ്ഞ ബിന്നാണ്. PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കവറുകൾ തുടങ്ങിയവയൊക്കെ അജൈവ മാലിന്യങ്ങളാണ്. അവ ഒരിക്കലും മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ല. ഇനി അപകടകരമായ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ റെഡ് ബിന്നാണ്. പഴകിയ ബാറ്ററി, ഉപയോഗശൂന്യമായ ബൾബുകൾ, ഉപയോഗശൂന്യമായ മരുന്നുകൾ, കീടനാശിനി കുപ്പികൾ ഇവയൊക്കെയും ഹസാർഡസ് വേസ്റ്റിലാണ് ഉൾപ്പെടുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വേസ്റ്റുകളും ഈ ഒരു വിഭാഗത്തിലാണ് പെടുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ടോട്ടലായിട്ട് നോക്കാം. പ്ലാസ്റ്റിക് ഒരിക്കലും മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ല. മണ്ണിലെ ജീവികളുടെ നാശത്തിന് പ്ലാസ്റ്റിക് കാരണമാവുന്നു. അതുപോലെ തന്നെ മണ്ണിൽ ജലം ഇറങ്ങുന്നത് പ്ലാസ്റ്റിക് തടയുന്നു. കത്തിച്ചാൽ പുറത്തു വരുന്ന വിഷവാതകങ്ങൾ, അതായത് പ്ലാസ്റ്റിക് കത്തിച്ചാൽ പുറത്തേക്ക് വരുന്ന വിഷവാതകങ്ങളാണ്. ഈ പോയിസണസ് ഗ്യാസ് ശ്വസിച്ചാൽ ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ പല രോഗങ്ങളും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വായു മലിനീകരണത്തിന് കാരണമാകുന്നു. ആഹാര ആരോഗ്യം എന്നുള്ള യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവയാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ആഹാരം. ധാന്യങ്ങൾ, അതിന് എക്സാമ്പിൾ നോക്കുമ്പോൾ അരി, ഗോതമ്പ്. ചെറുധാന്യങ്ങൾ പെടുന്നതാണ് റാഗി, തിന, ചാമ. അതുപോലെ തന്നെ കിഴങ്ങുവർഗ്ഗങ്ങളാണ് ചേന, ചേമ്പ്, കപ്പ, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് തുടങ്ങിയവ. പയറുവർഗ്ഗങ്ങൾ ചെറുപയർ, വൻപയർ, കടല, മുതിര, പരിപ്പ്. പച്ചക്കറികൾ വെണ്ടയ്ക്ക, കോവയ്ക്ക, മത്തൻ, കുമ്പളം, പടവലങ്ങ. പഴവർഗ്ഗങ്ങൾ മാമ്പഴം, ആപ്പിൾ, ഓറഞ്ച്, തണ്ണിമത്തൻ, മുന്തിരി, മാതളനാരങ്ങ, പേരയ്ക്ക. ജന്തുക്കളിൽ നിന്നുമുള്ള ആഹാരം മത്സ്യം, മുട്ട, പാൽ. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നൽകിയിട്ട് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് ഇതിനെ തരംതിരിക്കാനായിട്ട് ആവശ്യപ്പെടാം. അപ്പോൾ ഈ ഹെഡിങ്ങും പഠിച്ചു വെക്കണം, അതുപോലെ എക്സാമ്പിൾസും മനസ്സിലാക്കി വെക്കണം. ഈ യൂണിറ്റിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് വേവിച്ചും അല്ലാതെയും കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരംതിരിക്കുക. വേവിച്ച് മാത്രം നമ്മൾ കഴിക്കുന്നവയാണ് ചേന, ചേമ്പ്, മത്സ്യം, ഇറച്ചി, അരി, കാച്ചിൽ, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ. ഇനി വേവിക്കാതെ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ഫ്രൂട്ട്സ് ഒക്കെയാണ് കൂടുതലായിട്ടും. ആപ്പിൾ, തണ്ണിമത്തൻ, ഓറഞ്ച്, ചാമ്പയ്ക്ക, പേരയ്ക്ക, സീതപ്പഴം. ഇനി തേർഡ് വിഭാഗം എന്ന് പറയുമ്പോൾ വേവിച്ചും കഴിക്കാം, വേവിക്കാതെയും കഴിക്കാം. ക്യാരറ്റ്, പപ്പായ, ചക്ക, മാമ്പഴം, തക്കാളി, കൈതച്ചക്ക തുടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് വേവിച്ചും വേവിക്കാതെയും കഴിക്കാവുന്നതാണ്. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ദഹനം എളുപ്പമാവും. അതുപോലെ തന്നെ വിവിധ രുചികൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. വീട്ടുവളപ്പിൽ നട്ടുവളർത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണങ്ങൾ. പച്ചക്കറി ആണെങ്കിലും പഴവർഗ്ഗങ്ങളാണെങ്കിലും വീട്ടുവളപ്പിൽ തന്നെ നമ്മൾ വളർത്തുകയാണെങ്കിൽ പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം. കീടനാശിനി ഇല്ലാത്ത ഭക്ഷണം ലഭിക്കും. രാസവളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പോഷകഗുണം ഉണ്ടാവും, അതായത് പോഷകഗുണം കൂടുതലായിട്ട് തന്നെ നമുക്ക് ലഭിക്കും. പച്ചക്കറിത്തോട്ടത്തിൽ കിളികൾ, പാമ്പ്, എലി, വവ്വാൽ തുടങ്ങിയ പലതരം ജീവികൾ വരുന്നത് എന്തിനാണ്? അപ്പോൾ ഇവർ വരുന്നത് ഒന്ന്
സ്വാഭാവികമായ കീടനിയന്ത്രണം നടക്കും. ഇവ കീടങ്ങളെ കൊത്തി തിന്നുമ്പോൾ അത് കീടങ്ങളുടെ നിയന്ത്രണമാകും. അതുപോലെ വിത്ത് വിതരണം നടക്കുന്നുണ്ട്. പിന്നീട് ആ വിളവുകൾ ഭക്ഷിക്കാനായിട്ടും കൂടിയാണ് ഈ ജീവികൾ വരുന്നത്. സുരക്ഷിത ജീവിതം എന്ന് പറയുന്ന യൂണിറ്റിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് സെക്കൻഡ് ടേമിലേക്കുള്ളത്. പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് പലതരം ഗെയിംസിനെ കുറിച്ചും ഒരുമിച്ച് ഗെയിംസ് കളിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത ഭാഗത്താണ് കാലാവസ്ഥയും വസ്ത്രവും എന്ന് പറയുന്ന ഭാഗമുള്ളത്. നിങ്ങൾക്ക് ഏതെല്ലാം തരം തുണികളെ കുറിച്ച് അറിയാം? പരുത്തി, പോളിസ്റ്റർ, നൈലോൺ, പട്ട്, പിന്നെ കൃത്രിമപ്പട്ട്, അങ്ങനെ പലതരം തുണിത്തരങ്ങളുണ്ട്. പിന്നീട് പോളിസ്റ്റർ തുണിയുടെയും കോട്ടൺ തുണിയുടെയും വ്യത്യാസം തിരിച്ചറിയാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കാം. ചൂടുകാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടാകണം? ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയണം. വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധം ഇഴയകലം ഉണ്ടാവണം. അതുപോലെ മൃദുവായതും അയഞ്ഞതുമായ വസ്ത്രമായിരിക്കണം ചൂടുകാലത്ത് നമ്മൾ ധരിക്കേണ്ടത്. ഇനി മഴക്കാലത്ത് വസ്ത്രങ്ങൾക്ക് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടാകണം? പെട്ടെന്ന് ഉണങ്ങുന്ന വസ്ത്രങ്ങളായിരിക്കണം. ഭാരം കുറഞ്ഞ വസ്ത്രങ്ങളായിരിക്കണം. ഭാരം ഒത്തിരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങില്ല. അതുപോലെ തന്നെ ചൂട് നിലനിർത്തുന്ന വസ്ത്രമായിരിക്കണം. റോഡ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്ന ചിത്രത്തിൽ. ഏതാണ് ശരിയായ കാര്യം എന്നുള്ളത്? ഫസ്റ്റ്, കുട്ടികൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നതാണ്. സെക്കൻഡ്, ബസ്സിൽ നിന്നും തല പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. തേർഡ് പിക്ചറിൽ കുട്ടികൾ റോഡിൽ കളിക്കുകയാണ്. അപ്പോൾ ഇതിൽ ശരിയായ കാര്യം ഇത്, തെറ്റായ കാര്യത്തിന് ഇൻറ്റു മാർക്ക് കൊടുക്കാനായിട്ടാണ്. ഈ ചെയ്യുന്നതിൽ ശരിയായ കാര്യം ആദ്യത്തത് മാത്രമാണ്. കറക്റ്റായിട്ട് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നു. വാഹനത്തിലിരിക്കുമ്പോൾ പുറത്തേക്ക് തലയിട്ട് നോക്കുന്നതും അതുപോലെ വാഹനങ്ങൾ പോകുന്ന റോഡിൽ കളിക്കുന്നതും തെറ്റാണ്. റോഡ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ, വാഹനത്തെ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. റോഡിലൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വലതുവശം ചേർന്ന് നടക്കുക. കൂട്ടം കൂടി നടക്കരുത്. നടപ്പാതയുണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാവൂ. സീബ്ര ക്രോസ് വഴി റോഡ് ക്രോസ് ചെയ്യുക. സീബ്ര ലൈൻ ഇല്ലെങ്കിൽ റോഡിന്റെ ഇരുവശവും നോക്കി വാഹനങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് റോഡ് മുറിച്ച് കിടക്കുക. അതുപോലെ തന്നെ വാഹനത്തെ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തുപ്പരുത്. കൈയും തലയും പുറത്തിടരുത്. ഓടുന്ന വാഹനത്തിൽ ചാടി കയറരുത്. വാഹനം നിർത്തിയിട്ട് ഇറങ്ങാവൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അതിൽ പറയുന്നുണ്ട്. അത് നോക്കുക. വാഹനങ്ങൾക്കുള്ള ട്രാഫിക് സൈൻ ആണ് ചുവപ്പ് നിർത്തുക, മഞ്ഞ തയ്യാറാകുക, പച്ച പോവുക. ഇതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും ഉണ്ട്. റെഡ് കാണുമ്പോൾ സ്റ്റോപ്പാണ്, പച്ച കാണുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാനുള്ള അനുമതിയാണ്.